ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു തോരനാണ്. നമ്മുടെ മുട്ടയും ഉള്ളിയുടെ ഇലയൊക്കെ വെച്ച് ഉള്ളിത്തണ്ട് വെച്ചിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ആ ഉള്ളിത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 മുട്ട ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരൽപ്പം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തോരൻ വെക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളിത് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മളത് വേവുന്ന സമയം കൊണ്ട് 2 മുട്ട നമ്മളിങ്ങനെ അല്പം ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മളിതൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വലുതായിട്ടാണ് ചിക്കി എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമ്മുടെ ഉള്ളിത്തണ്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് ആ വെള്ളം വറ്റുന്ന വരെ ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ഇടാതെ പച്ചമുളക് ചേർത്ത് ചതച്ചെടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ജീരകം ചേർത്തിട്ടില്ല, വെളുത്തുള്ളിയും തേങ്ങയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ അടപ്പ് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ ഇത് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മുട്ടയൊക്കെ ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് അന്നേരം ഒരു ടേസ്റ്റ് കിട്ടുന്ന. ഞാനിതിലേക്ക് സവാളയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സവാളയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് മധുരമായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് സവാള ചേർക്കാത്തത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.